ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഡാൽ ലേക്കിലാട്ടോ ഉള്ളത്. ഡാൽ ലേക്കിൽ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 8 മണിയായിക്കാണ് കേട്ടോ രാവിലെ. ഇതാണ് വിസിബിലിറ്റി, 0 വിസിബിലിറ്റി. അവിടെ അടുത്തുള്ള ആൾക്കാരെ അതെ അടുത്തുള്ള ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് കാണുന്നുണ്ടോ ശിക്കാര? സ്റ്റേ ഒന്നും ഇങ്ങനത്തെ ഒരു ഇത് ബോട്ടാട്ടോ. ബോട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. അതിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അതിനകത്ത്. കാണുന്നില്ല കണ്ടോ? കാണുന്ന എല്ലാം ബോട്ടാണ് കേട്ടോ. ഈ ബോട്ടെല്ലാം കെട്ടിയിട്ടേക്കുക. വലിയ വലിയ ബോട്ടുകളാണ്. വീണ്ടും ഒരു മലയാളി ചേട്ടനെ നമ്മളെ കണ്ടായിരുന്നു. നമ്മുടെ കൂടെ മലയാളി ചേട്ടനാണ്. പാലക്കാട്. നിങ്ങൾ നടന്ന പത്തനംതിട്ട. ഓക്കെ, നമ്മൾ പത്തനംതിട്ട ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ 10 ദിവസം ഇങ്ങോട്ട് വന്നേ? 4-5 ദിവസമായല്ലേ? 3 ദിവസം കൂടെ ഉണ്ട്. ഓക്കെ, നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം കുറച്ച് മുമ്പ് ഒരു -1 ഡിഗ്രിയിലോട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സ്ഥലം ഒന്നും കാണാൻ പറ്റുന്ന ഇല്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇന്നലെയാണ് വന്നേ. നമ്മളിവിടെ നമുക്ക് 24 നമ്മളിവിടെ ഉണ്ടല്ലേ. 24-ാം തീയതി തൊട്ട് നമ്മളിവിടെ ഉണ്ട്. ഫ്രീസായി കിടക്കുന്നത് പക്ഷെ അത് ഫോണിൽ കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല. ഇത് ഐസാണ് കേട്ടോ. ഐസായി കിടക്കട്ടെ. അല്ലടോ, അതതിൻ്റെ കളറ് ഐസാണത്. അവിടെ തണുത്തിട്ട് കൈയെല്ലാം ഹീറ്റ് ചെയ്തോണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ടാവും കേട്ടോ. എങ്ങനെ ഇവര് ബാക്കിയുള്ളവര് കാണുന്നത്? അങ്ങോട്ട് സൗണ്ട് ഇടാതെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാൾ ഇങ്ങനെ വന്ന് ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇരിക്കത്തില്ല. കാരണം എന്താ, ആള് കാവ വിൽക്കാൻ വന്ന ആളാണ്. ചായ, കോഫി, കാവ ആൻഡ് ചോക്ലേറ്റ് കോഫി ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ ആള് റെഡിയാക്കി തരാം. ആളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിലാട്ടോ നമുക്ക് സ്റ്റേ വരുന്നത്. ഇതുപോലത്തെ ഒരു ബോട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത്? അത് വാമായിരുന്നില്ല. അത് ഞങ്ങളുടെ ഹീറ്റർ വർക്കിംഗ് ആയിരുന്നില്ല കേട്ടോ. നൈറ്റ് ഞങ്ങൾ തണുപ്പത്തായി കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയപ്പോ തണുപ്പൊന്നും അറിഞ്ഞില്ല. നമ്മള് രണ്ടുപേരുടെ ബോഡി ടെമ്പറേച്ചർ കാരണം ഉറങ്ങിപ്പോയതാ. അതിന്റെ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടല്ലേ കിടന്നത്. അപ്പൊ നിന്റെ ടെമ്പറേച്ചർ വെച്ച് ഞാൻ ഉറങ്ങി. ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ കഴിഞ്ഞു. അയ്യോ, ഭയങ്കര പ്രശ്നമായിരുന്നു. ഉറങ്ങാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അതാണ് രാവിലെ ഹീറ്റ് വാട്ടർ ഹോട്ട് വാട്ടറും ഇല്ല. എത്ര മണിക്ക് ശേഷം ഹോട്ട് വാട്ടർ വരുന്നത് അറിയത്തില്ല. നമ്മളിപ്പോ 8 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങില്ല. 7 മണിയാകുമ്പോഴത്തേക്ക് പോകാൻ നേരത്തെ ഹോട്ട് വാട്ടർ ഇല്ല. കൈയുടെ ഫ്രീസായി കൈ. എന്തോരം ഫ്രെയിം ബ്യൂട്ടിയാന്നൊക്കെ സമയത്ത്.
ഈ ഇതൊക്കെ കുറച്ച് ഈ ജനുവരി ടൈമിലാണ്. ജനുവരി സമയത്ത് വരുവാന്നുണ്ടെങ്കിൽ ഈ വെള്ളം എല്ലാം ഫ്രീസായി കിടപ്പുണ്ടാവും. നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ വെള്ളത്തിന്റെ ഫ്രീസായ ഐസിന്റെ അടിയിൽ കൂടെ വേണം നമ്മൾ വരാൻ. ബ്രേക്ക് ചെയ്ത് വേണം വരാൻ. പക്ഷെ ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ -1 ഡിഗ്രി ജീവിക്കണെന്ന് അറിയാത്ത ഇവിടെ. ഇത് നമ്മുടെ അല്ലടോ, ഇത് നമ്മുടെ അവിടെ ഉള്ള സാധനമല്ല. ഞങ്ങൾ ഇന്നലെ വരുന്ന സമയത്ത് ഇതിനകത്ത് നിറയെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അച്ചായിട്ടായിരുന്നു കേട്ടോ. നിറയെ പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ എന്താ കരയുന്നുണ്ടായിരുന്നു. കണ്ടോ, കാണുന്ന ഇഷ്ടം പോലെ ഇങ്ങനെ അറ്റം വരെ ഇതേപോലെ ഹൗസ് ബോട്ടുകളാണ്. ഇതിൽ സ്റ്റേ സോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് മുമ്പേ ബുക്ക് ചെയ്യണം. അങ്ങനെ സംതിങ് എന്തോ ഉണ്ടോ, ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടല്ലേ കിട്ടും. അത് കാവ ചായ ഇങ്ങനത്തെ സംഭവം കൊണ്ടുപോകുന്നുണ്ടോ, ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങോട്ട് നിന്ന് നമുക്ക് കാണത്തില്ല. ഒരു സൈഡ് ഫുൾ അടത് എന്ത് മരമാണത്? ബാംബൂസ് വേറെ എന്തൊരു സാധനമാണ്. അകത്തുനിന്ന് അടിക്കുന്നത് ഈ പക്ഷികളൊക്കെ താമസിക്കുന്ന. അതെ, ഇത് ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു പോസ്റ്റ് ലൈനൊക്കെ ഇവിടെ പോകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ഷൻസ് എല്ലാം ഇതിന് നടുവെന്നാണ് പോകുന്നത്. അത് അങ്ങോട്ടേക്ക് അവിടെ നിന്ന് അങ്ങനെ നോർമൽ റോഡ് പോലെ തന്നെ, പക്ഷെ ഇവിടെ വാട്ടർ. ഫ്രണ്ടിലൊന്നുമില്ല, ഇത് സീരിയലോ ഒച്ച മാത്രം കേൾക്കാം കേട്ടോ. അതിൽ ഓടുന്ന വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, വേറെ എന്ത് സംഭവത്തിനൊക്കെ ഒച്ചകൾ കേൾക്കുന്നുണ്ട്. సీరో పెట్టాడు. డ్రైవర్ గారితో మాట్లాడినారు, డ్రైవర్తో ఫోన్లో రంజన మాట్లాడి రెడీగా ఉన్నాడంట. വെള്ളം ഭയങ്കര ഐസാട്ടോ, ഭയങ്കര തണുപ്പാണ്. നമ്മള് ഭക്ഷണമെല്ലാം കഴിച്ച് വെള്ളത്തിൽ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം -2 ഡിഗ്രി ആട്ടോ ഇപ്പോൾ. ഇന്നലെ കൈ കഴുകുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ കൈ അങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തു പോകുന്നൊരവസ്ഥയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുമ്പോൾ ഉണ്ടായിരുന്നത്. ഹോട്ട് വാട്ടർ ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു ഇന്നലെ ഭക്ഷണം കഴിച്ചത്. സച്ചിൻ എഴുതുമ്പോൾ വായിൽ കൂടെ അല്ല സംസാരിക്കുമ്പോൾ തന്നെ വായിക്കൂടെ നമ്മൾ ബ്രീത്ത് വിടുമ്പോൾ തന്നെ നോർമലി വരുന്നുണ്ട്. ബ്രീത്ത് നമ്മൾ ഇൻസേൽ ചെയ്ത് എക്സേൽ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. ഇതിനു വേണ്ടി നമ്മളുടെ നാട്ടിലെ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഊതി ഇവരെങ്ങനെ ഒരു ഡ്രൈവ് ചെയ്യണമെന്നാണ് അറിയാത്തത്. ഡയറക്ഷൻ അല്ലേ, സീറോ വിസിബിലിറ്റിയിൽ ഇവരെങ്ങനെ നമ്മളെ കൊണ്ടുപോകണമെന്ന് നമുക്ക് അറിയാത്ത. ആക്ച്വലി ഇവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇവര് വിസിബിലിറ്റിയിൽ എങ്ങനെ വന്ന് പോകണമെന്ന് ഇവർക്ക് അറിയാമല്ലോ. വർഷം നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് കാണാം അവിടെ എന്തോ മുൻപിലുള്ളതായിട്ട് ഒരു, അത് ആക്ച്വലി ഹൗസ് ബോട്ടാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇത്രയും തണുപ്പ്, ഇത്രയും ഫോഗുണ്ട്, ഇത്രയും ഫോഗിൻ്റെ ഇടയിലാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കയറി സ്ഥലം എത്തിയോ? ആൾക്കെന്നെ വഴി കൺഫ്യൂസ് ആയതൊന്നും. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നില്ലെങ്കിൽ നല്ല ഐസ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ.
ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും വീഡിയോ കണ്ടിരിക്കുന്നത് ഫുൾ ഓൺ ഫുൾ ഐസ് മൂടി കിടക്കുന്ന ഇതിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന. പക്ഷെ നമുക്ക് അത് കിട്ടാത്തത് കൊണ്ടും അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ലാത്തത് കൊണ്ടും. ഇല്ല, 2 ആഴ്ച മുന്നേ അത് ഫുള്ള് ഫ്രീസായിരുന്നു എന്നാ പറയുന്നത്. 2 ആഴ്ച മുമ്പോ? നമ്മൾ ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എപ്പോഴെന്താന്നുള്ളത്. ഇവർ പറയുന്ന ജനുവരിയിലും ചാൻസ് ഉണ്ടെന്നാണ്. ജനുവരിയിൽ ചാൻസ് ഉണ്ടെന്നല്ലോ. പക്ഷേ ജനുവരിയിൽ വരുന്നവർക്ക് ഐസ് ലേക്കിൽ കൂടെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും ജനുവരിയിൽ വരുന്നതിനുണ്ടെങ്കിൽ. ഇവിടെ കേട്ടോ കുറേ ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നിട്ടുണ്ട്. കാശ്മീരിലുള്ള അതിൻ്റെ തന്നെ ഡാൽ ലേക്കാണ്. ആ റിഫ്ലക്ഷൻ വരുന്നുണ്ട് വെള്ളത്തിൽ. നൈസ്. എത്ര ആൾക്കാർ കയറാൻ നിൽക്കും ഇങ്ങോട്ട്. ഇപ്പം നമ്മൾ ബോട്ടിലോട്ട് പോയ പോലെ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ കമ്പാനിയൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നിർത്തുന്നത്. ആളുകൾ നിൽപ്പുണ്ട്. വണ്ടിയെല്ലാം വരുന്ന ഈ വഴി കൂടെ. അത് ഇഷ്ടം പോലെ ബോട്ടുകളുണ്ടോ. ഇത്തരം ബോട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഡാൽ ലേക്കിൽ കൂടെ ഒഴുകി ഒരു 11 മിനിറ്റ്, കറക്റ്റ് ഒരു 12 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നമ്മളെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ റീച്ച് ചെയ്തു. ഇറങ്ങുവാണ് കേട്ടോ എല്ലാവരും. വെച്ചിറങ്ങടാ. Bro, take water bottle. Vijay. നമ്മളങ്ങനെ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നട്ടോ. ഓ മൈ ഗോഡ്. ഇതെല്ലാം ഐസ് മേലൊക്കെ ഫ്രീസ് ആയി കിടക്കുന്ന കേട്ടോ. എടുക്കുന്നതാണോ അത് ഐസാ. ഇത് ഫുള്ള് പോകാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഡാൽ ലേക്കിലെ യാത്രയും കഴിഞ്ഞു. ഓക്കെ.